പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വഖാല ലഹും റസൂൽ നാഖത്തല്ലാഹി വസുഖിയാഹാ നാഖത്തല്ലാഹി വസുഖിയാഹാ ഫകذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഗോത്രമാകുന്ന സമൂദ് ഗോത്രത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരെ ദീനിലേക്ക് ക്ഷണിക്കുമ്പോ, അള്ളാഹുവിലേക്ക് കടന്നു വരാൻ പറയുമ്പോ, ആ ഗോത്രം ഇതാ സാലിഹ് നബിയോട് ആവശ്യപ്പെടുകയാണ്, സാലിഹേ സാലിഹേ, നിന്റെ റബ്ബാകുന്ന അള്ളാഹുവിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ, നീ ആ റബ്ബിന്റെ ദൂതനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ, ആ കാണുന്ന പാറക്കെട്ടിന്റെ ഇടയിൽ നിന്ന് സുന്ദരിയായ ഒരൊട്ടകം പുറത്തു വരണേ, അതിന്റെ പാല് കുടിക്കാൻ ഞങ്ങൾക്ക് കഴിയണേ. വല്ലാത്തൊരു ആവശ്യമാണ് സാലിഹ് നബിയോട് സമൂദ് ഗോത്രം ഉന്നയിക്കുന്നത്. ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്, പടച്ച റബ്ബേ, അള്ളാഹുവേ, ഈ സമുദായം എന്നെ കൊണ്ട് വിശ്വസിക്കണമെങ്കിൽ പാറക്കെട്ടിന്റെ ഇടയിൽ നിന്ന് സുന്ദരിയായ ഒട്ടകത്തെ പുറപ്പെടുവിക്കണേ അല്ലാ. പുറപ്പെടുവിച്ചാൽ മാത്രം പോരാ, ആ ഒട്ടകം ഇതാ പാല് ചുരത്തി സമൂഹത്തിന് നൽകണേ അല്ലാ. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു ഓർഡർ ഇടുകയാണ്, അല്ലയോ സാലിഹേ, നീ നിന്റെ വിരലുകൾ ആ പാറക്കെട്ടിലേക്ക്, ഏതൊരു പാറക്കെട്ടാണോ സമൂദ് ഗോത്രക്കാര് പറയുന്നത്, ആ പാറക്കെട്ടിലേക്കൊന്ന് ചൂണ്ടണേ. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പാറക്കെട്ടിലേക്ക് ഇതാ വിരലുകൾ ചൂണ്ടുകയാണ്. സുബ്ഹാനല്ലാഹ്, പാറക്കെട്ട് പ്രസവിക്കുകയാണ്, അതിനുള്ളിൽ നിന്ന് സുന്ദരിയായ ഒരൊട്ടകം പുറത്തു വരികയാ. ഖുർആൻ പറഞ്ഞ ചരിത്രമല്ലയോ, അവിശ്വസിച്ചാൽ സെക്കൻഡിൽ കാഫിറാണ്. നാഖത്തല്ലാഹി വസുഖിയാഹാ, ഈ ഒട്ടകത്തെയും ഒട്ടകത്തിന്റെ കുടിനീരിനെയും സൂക്ഷിക്കണേ, ചിന്തിക്കണേ. അള്ളാഹുവിന്റെ വർത്തമാനം ഒന്ന് ശ്രദ്ധിക്കണേ. ലോകത്ത് എത്രയോ ഒട്ടകങ്ങൾ ഇവിടെ കടന്നുപോയിട്ടുണ്ട്, ഹബീബായ നബിതങ്ങൾക്ക് പോലും ഒട്ടകമുണ്ടായിട്ടുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഒട്ടകമെന്ന് അവരിലേക്ക് ചേർത്തി പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ ഒട്ടകമെന്ന് പറഞ്ഞത് സാലിഹ് നബിയുടെ ഒട്ടകമാണ്, മുഅ്ജിസത്തിലൂടെ കടന്നു വന്ന ഒട്ടകമാണ്. അള്ളാഹുവിന്റെ ഒട്ടകത്തെ സൂക്ഷിക്കണേ, അതിന്റെ കുടിനീരിനെ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹ് നബി മുഖേന അവർക്ക് വർത്തമാനം നൽകിയിട്ട് അവരുടെ ഗോത്രത്തലവൻ ഖുദാർ അതിനെ കൊന്നുകളയുകയാണ്. ആ ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊല ചെയ്യുകയാണ്. ഹബീബായ നബി തങ്ങളോട് സഹാബത്ത് ഒരിക്കൽ ചോദിക്കുകയാണ്, മൻ അസ്ഖൽ ഖൗമി യാ റസൂലല്ലാഹ്, നബിയേ, ലോകത്തെ ഏറ്റവും വലിയ തെമ്മാടി ആരാണ്, ഏറ്റവും വലിയ പരാജിതനാരാണ്, ഏറ്റവും വലിയ ഗുണ്ട ആരാണ്? ഒരു പക്ഷേ കണ്ണൂർ ജില്ലകളിൽ ഗുണ്ടകൾ ഉണ്ടായിരിക്കാം, ഒരുപാട് ഗുണ്ടകളെ നമുക്ക് പരിചയമുണ്ടായിരിക്കാം. പക്ഷെ ആ ഗുണ്ടകളൊന്നും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ലിസ്റ്റിലില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഗുണ്ടയാരെന്നറിയുമോ? അത് ഖുദാർ ബിനു സാരിഫ്, ഖുദാറാണ്. അല്ലദീ ഹഖറ നാഖത്തല്ലാഹ്, അല്ലാഹുവിന്റെ ഒട്ടകമാകുന്ന സാലിഹ് നബിയുടെ മോചനത്തിലൂടെ പാറക്കെട്ടിന്റെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഒട്ടകമാണ് സാബ. ലോകത്ത് ഏറ്റവും വലുതാകുന്ന ഒട്ടകം, ആ ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊല ചെയ്തവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗുണ്ടയെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇങ്ങനെ വലിയ ഒട്ടകത്തെ പാറക്കെട്ടിന്റെ ഇടയിൽ നിന്ന് വരെ പടച്ചറപ്പ്
നൽകുകയും അതിന്റെ പാല് ചുരത്തി സമൂഹത്തിന് ദീനിന്റെ പ്രബോധനത്തിന് വഴിതെളിക്കുകയും ചെയ്തതാകുന്ന സാലിഹ് നബിയെ പോലും അല്ലാഹു അയച്ചത് സമൂദ് ഗോത്രത്തിലേക്ക് മാത്രമാണ്. വഇലാ സമൂദ അഖാഹും സാലിഹാ. വലിയ പ്രവാചകനാണ്, ഒട്ടകത്തേക്ക് നൽകി അള്ളാഹു ആദരിച്ച വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തെ പോലും അള്ളാഹു എവിടേക്ക് മാത്രമാണ് അയച്ചത്? സമൂദ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലേക്ക് മാത്രം. നിങ്ങൾ അവിടെ മാത്രം പ്രബോധനം നടത്തിയാൽ മതി, അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള ആളുകളെ മൈൻഡ് ചെയ്യണ്ട. അതിനൊക്കെ വേറെ ആള്. ലോക ജനതയിലേക്ക് മുഴുവനും അയച്ചത് ആരെ മാത്രം? മുഹമ്മദ് റസൂലുള്ളാഹി. محمد سيد الكونين وثقلين والفريقين من عرب ومن عجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചറിയണേ. ലോകത്തിന്റെ നായകനെ മാത്രമാണ് ലോക ജനതയിലേക്ക് മുഴുവനുമായി പ്രബോധനത്തിന് വേണ്ടി അള്ളാഹു അയച്ചിട്ടുള്ളത്. വേറൊരൊറ്റ ഒരാളെയും അള്ളാഹു അങ്ങനെ അയച്ചിട്ടില്ല. ഖുർആൻ പരിശോധിക്ക് ഓരോ ആയത്തെടുത്ത് നിങ്ങൾ ഇന്ന് ചർച്ച ചെയ്ത് നോക്ക്, എവിടെയും കാണാൻ സാധിക്കൂല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമാണ് ലോക ജനതയിലേക്ക് നിയോഗിച്ചത്. അടുത്ത ആയത്ത് നല്ലതുപോലെ ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإلى مدين أخاهم شعيبا وإلى مدين أخاهم شعيبا. ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു നിയോഗിച്ചത് മദിയൻ എന്ന പ്രവിശ്യയിലേക്ക് മാത്രമാണ്. സമൂദ് ഗോത്രത്തിലേക്ക് മാത്രം സാലിഹ് നബിയെ, ആദ് ഗോത്രത്തിലേക്ക് മാത്രം, അതൊക്കെ ഗോത്രമാണ്, അവിടേക്ക് മാത്രം ആരെ? ഹൂദ് നബിയെ. ഒക്കെ വലിയ പ്രവാചകരൻ. അയക്കപ്പെട്ട സമൂഹം നിസ്സാരമല്ല കേട്ടോ. ഇത് കേവലം ഒരു ഗോത്രമായി നിങ്ങൾ കണക്കാക്കരുത്. വലിയ പന പോലെ പൊക്കമുള്ള ആളുകളായിരുന്നു, നല്ല ആരോഗ്യമുള്ള ആളുകളായിരുന്നു ആദ് സമൂദ് ഗോത്രം. ഖുർആൻ പറഞ്ഞില്ലേ അവരെ പറ്റിയൊക്കെ? ഒക്കെ പറയുമ്പോൾ സമയം പോകും, അതുകൊണ്ടാണ്. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد التي لم يخلق مثلها في البلاد. ആദ് സമൂദ് ഗോത്രത്തെ പോലെ പിന്നീട് ഒരു സൃഷ്ടിയെയും ഇതുപോലെ നാം പടച്ചിട്ടില്ല. അത്ര അജാനബാഹുക്കളാണ്. പന്തലൊക്കെ ഇടണമെങ്കിൽ. പക്ഷെ അദ്ദേഹത്തെ അള്ളാഹു നിയോഗിച്ചത് മദിയൻ എന്ന സ്ഥലത്തേക്ക് മാത്രം. ആ നാട്ടുകാരെ നന്നാക്കിയാൽ മതി, വേറെ എവിടേക്ക് നിങ്ങൾ പോകണ്ട. നിങ്ങൾക്ക് പ്രബോധനം നടത്താൻ ആ നാട് മാത്രം. ലോകരിലേക്ക് മുഴുവനും അയച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി. തീർന്നില്ല, പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മരുമകനാകുന്ന മൂസാ നബിയെ പോലും അല്ലാഹു നിയോഗിച്ചത് ഫിർഔനിലേക്ക് മാത്രമാണ്. ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى
وعصى ثم أدبر يسعى الله أكبر الله أكبر الله أكبر അല്ലാഹു മൂസാ നബിയെ അല്ലാഹു നിയോഗിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കണം. അവിടേക്ക് മാത്രം മതി നിങ്ങളുടെ പ്രബോധനം. അവനെയും അവൻ്റെ കൂട്ടാളികളെ നന്നാക്കുക. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അയച്ചതോ ലോക ജനതയിലേക്ക് മുഴുവനും. എന്തിനേറെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹം ലോക ജനതയിലേക്ക് മുഴുവനും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എന്ന് വാദിച്ചുകൊണ്ട് അത്തരത്തിൽ അദ്ദേഹത്തെ ആരാധിക്കുന്ന ജനവിഭാഗങ്ങളുള്ള നാടാണ് നമ്മുടെ ഈ കേരളം. അദ്ദേഹത്തെ ലോക ജനതയിലേക്ക് മുഴുവനും നിയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഈസാ നബിയെ പോലും അല്ലാഹു അയച്ചിട്ടുള്ളത് ഇസ്രായേലി ജനതയിലേക്ക് മാത്രം പ്രബോധകനായിട്ടാണ് നിയോഗിതനായത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. വലിയ പ്രവാചകനാണ്. നമ്മൾ ഉറക്കെ പറയണം അലൈഹിസ്സലാം. അങ്കൂസ് മൗലവി കേൾക്കുമ്പോഴത്തേക്കും പറയും, കാരണം ഇത് കഴിഞ്ഞ് ചീരണി ഉണ്ടോ എന്ന് തോന്നും. ആ ചിന്ത, നിങ്ങൾക്ക് ചീരണിയും പൊതിയൊക്കെ നാളെ തരും. നാളെ ഇവിടെ ചോറില്ലേ 200 കിൻഡൽ വെച്ചിട്ട്. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കട്ടെ. നാളെയാണ് ചീരണി. അതുകൊണ്ട് നിങ്ങൾ ഉറക്കം പറഞ്ഞോളി. സയ്യിദുനാ ഈസാ നബി വലിയ പ്രവാചകനാണ്. ഖുർആൻ പറഞ്ഞില്ലേ, മരിച്ചുപോയ ആളുകൾക്ക് ജീവനിട്ട് കൊടുക്കുമായിരുന്നു ഈസാ നബി അലൈഹിസ്സലാം എന്ന് വിശുദ്ധ ഖുർആൻ. മരിച്ചുപോയ ആളുകൾക്ക് ജീവനിട്ട് കൊടുക്കും. ചെറിയ പരിപാടിയല്ല. മൂപ്പരുണ്ടായിരുന്നു, എൻ്റെ വാപ്പ മരിക്കൂലായിരുന്നു, മൂപ്പരെ വിളിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ നടന്നു പോകവേ ഒരു സ്ത്രീ ഇരുന്ന് വല്ലാതെ വിലപിക്കാൻ. എന്താണെന്ന് ചോദിച്ചു. എൻ്റെ മകൻ മരണപ്പെട്ടു പോയി, ഇവനാണോ എന്ന് ചോദിച്ചു. 2 തട്ട് കൊടുത്തു. കും, എഴുന്നേക്ക് യാ ബുനയ്യ. കുട്ടി എഴുന്നേക്കാൻ പറഞ്ഞു. സെക്കൻഡിൽ കുട്ടി എഴുന്നേറ്റ് നിന്നു എന്നുള്ളതാണ്. മരിച്ചുപോയ കുട്ടിയാണ്. മരിച്ചുപോയ കുട്ടിയാണ്. ഖുർആൻ പറഞ്ഞതാണ് ഇതൊക്കെ. പടച്ച റബ്ബ് കൊടുത്ത കഴിവോടുകൂടി ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം മരിച്ചുപോയവരെ ജീവിപ്പിക്കുമായിരുന്നു. അള്ളാഹു നൽകിയ കഴിവാണത്. കുഷ്ഠരോഗവും പാണ്ഡുരോഗവും ഉള്ളവരെ ഞൊടിയിടയിൽ ശിവപ്പെടുത്തുമായിരുന്നു. ഇസ്രായേലി ജനതയ്ക്ക് ഒരിക്കൽ എല്ലാവർക്കും വലിയ മാരകമായ രോഗം പിടിപെട്ടു. കുഷ്ഠരോഗവും പാണ്ഡുരോഗവും എല്ലാവർക്കുമുണ്ട്. 70,000 ആളുകൾ വീതം ഗ്രൗണ്ടുകളിൽ സമ്മേളിക്കാൻ അദ്ദേഹം ഓർഡർ ഇട്ടു. ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പറയുകയാണ്, യാ ഹയ്യു യാ ഖയ്യൂം ലാ മറല്ലാഹ് ലാ മറല്ലാഹ് യാ ഹയ്യു യാ ഖയ്യൂം ലാ മറല്ലാഹ് ലാ മറല്ലാഹ് യാ ഹയ്യു യാ ഖയ്യൂം ലാ മറല്ലാഹ് ലാ മറല്ലാഹ്. ഹയ്യും ഖയ്യൂമുമായ പടച്ച റബ്ബേ, നിന്നെ വേണ്ടുകയോടുകൂടി ഇവർക്ക് രോഗം വേണ്ട, രോഗം വേണ്ട. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 3 പ്രാവശ്യം പറഞ്ഞു തീരേണ്ട താമസം 70,000 ആളുകളുടെ കുഷ്ഠരോഗവും അവരുടെ സോറിയാസിസ് പോലെയുള്ള മാരകമായ രോഗങ്ങളും പരിപൂർണമായി ശിഫയാകുകയാ, പരിപൂർണമായി മാറുകയാണ്. സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം ഭയങ്കര കഴിവാണ്, ഭയങ്കര കഴിവാണ്. وَأُنَبِّئُكُمْ بِمَا تَأْكُلُونَ وَمَا تَدَّخِرُونَ فِي بُيُوتِكُمْ. നിങ്ങൾ എന്താണ് കഴിച്ചിട്ടുള്ളത്, നിങ്ങളുടെ വീടിന്റെ അകത്തളത്തിൽ നിങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് എല്ലാം വെളിപ്പെടുത്തുമായിരുന്നു സയ്യിദുനാ ഈസാ. ഖുർആനായത്താണ് ഇതൊക്കെ കേട്ടോ, ഖുർആനായത്താണ്, ഖുർആനായത്താണ്. അപ്പൊ പിരിവൊക്കെ പിരിക്കണമെങ്കിൽ മൂപ്പര് വേണം. എൻ്റെ മുസ്ലിയാർ എൻ്റെ കയ്യിലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവൻ്റെ അടുത്ത് പറയാം, എടാ നീ അവിടെ റൂട്ടില് അലമാരയുടെ സൈഡിൽ ഇന്നടുത്തുകൊണ്ട് സ്വർണ്ണ ബിസ്ക്കറ്റ് ഒളിപ്പിച്ച് വെച്ചിട്ടില്ല, ഹയവാനെ വിളിച്ചു ചോദിക്കും. നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാകുന്ന വസ്തുക്കളെ കുറിച്ച് വിളിച്ചു പറയുവാൻ കഴിവുള്ള വ്യക്തിയാണ് സയ്യിദുനാ ഈസാ. അല്ലാഹു കൊടുത്ത കഴിവാണ്.
അപ്പൊ പടച്ചറബ് കഴിവ് കൊടുത്താൽ ഔലിയാക്കൾ ഏതറ്റം വരെയും ചിന്തിക്കും, ഏതറ്റം വരെയും പോകും. അത് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ അള്ളാഹു കൊടുത്ത കഴിവാണ്. അള്ളാഹു കൊടുത്ത കഴിവിലൂടെ തന്നെയാണ് എല്ലാവരും ഈ ലോകത്ത് മുഅ്ജിസത്തും പ്രവാചകന്മാർ കാണിച്ചിട്ടുള്ളത്, കറാമത്ത് ഔലിയാക്കൾ കാണിച്ചിട്ടുള്ളതെല്ലാം അള്ളാഹു കൊടുത്ത കഴിവിലൂടെ തന്നെയാണ്. അതാണ് നമ്മുടെ വിശ്വാസം. ആ അഖീദ നമ്മളിൽ നിന്ന് പിഴച്ചാൽ കാഫിറാകും. അഖീദ നമ്മളിൽ നിന്ന് പിഴയ്ക്കാൻ പാടില്ല. ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. അങ്ങനെ തന്നെയാണ് സുന്നികളുടെ വിശ്വാസം. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നമ്മൾ വിളിക്കുന്നു, യാ ഗൗസ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി. സഹായം ചോദിക്കുന്നു, നേരിട്ട് അദ്ദേഹത്തോട് ഇസ്തിഗാസ നടത്തുന്നു, അവരെ തവസ്സിലാക്കുന്നു. നമ്മുടെ മനസ്സിന്റെ ഉദ്ദേശവും ചിന്തയും എന്താ? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവിലൂടെ നമ്മളെ അല്ലാഹു സഹായിക്കുന്നു, അവർ നമ്മളെ സഹായിക്കുന്നു. അങ്ങനെ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ കാഫിറാകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എല്ലാവർക്കും അങ്ങനെയാണല്ലോ, അല്ലാഹു കൊടുത്ത കഴിവിലൂടെയാണ് സഹായിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ വിശ്വസിച്ച് പോരുന്നതും. അങ്ങനെ തന്നെ ആകണം നമ്മുടെ ഈമാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ അല്ലാഹു കൊടുത്ത കഴിവ് കൊടുത്തിട്ടും അങ്ങനെയൊന്നും സഹായിക്കില്ല എന്ന് വാദിക്കുന്നവർ ബിദ്അത്തിന്റെ ആളുകളാണ്, ദലാലത്തിന്റെ വക്താക്കളാണ്. അല്ലാഹു അവരിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ സന്താന പരമ്പരകളെയും അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ രീതിയിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് നൽകിയിട്ടും മരിച്ചുപോയവരെ ജീവിപ്പിക്കാൻ കഴിവുണ്ട്. പാണ്ടുള്ളവരെ, കുഷ്ഠരോഗമുള്ളവരെ, സോറിയാസിസ് പോലെയുള്ള മാരകമായ രോഗങ്ങളുള്ള ആളുകൾക്ക് ശിഫ കൊടുക്കാൻ കഴിവുണ്ടായിട്ടും, വീട്ടിലിരിക്കുന്ന വസ്തുക്കളെ കുറിച്ച് ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിവുണ്ടായിട്ടും, മനുഷ്യ നീ കഴിച്ചിരിക്കുന്ന വസ്തുക്കൾ ഇന്നതല്ലേ എന്ന് അവന്റെ ബോഡി നോക്കിയിട്ട് പറയാൻ കഴിവുണ്ടായിട്ടും ഈസാ നബി അല്ലാഹു നിയോഗിച്ചത് ഇസ്രായേലി ജനതയിലേക്ക് മാത്രമായിട്ടാണ് അദ്ദേഹത്തെ നിയോഗിച്ചത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ കഴിവൊന്നും അപ്പൊ നമ്മുടെ നബിക്കില്ലേ എന്നാരും ചിന്തിക്കണ്ട. നബിക്ക് ഇതിനേക്കാൾ വലിയ കഴിവാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുഷ്ഠരോഗമല്ല മാറ്റിയത്, ഇവിടെ അതിനേക്കാൾ വലിയ കഴിവാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഒരു പ്രവാചകൻ ഇങ്ങനെ താഴ്ത്തല്ലോ. ഖുർആൻ ചില പ്രവാചകരെ മറ്റു ചിലരേക്കാൾ അല്ലാഹു ശ്രേഷ്ഠതവൽക്കരിച്ചിട്ടുണ്ട്. ആ ശ്രേഷ്ഠത നമ്മളങ്ങ് എടുത്തു പറയുന്നു എന്ന് മാത്രം. അത് പറഞ്ഞേ പറ്റൂ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയതല്ലയോ, തിൽക റൂസുലു ഫളലനാ ബഅദഹും അലാ ബഅദ്. ചില പ്രവാചകരെ മറ്റു ചിലരേക്കാൾ അല്ലാഹു ശ്രേഷ്ഠതവൽക്കരിച്ചിരിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ ലോകത്തിന്റെ ഏറ്റവും മുത്താൻ, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണദൂതരാണ്. ആ പ്രവാചകരുടെ ചരിത്രം പഠിക്കണേ. സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിദാ ശത്രുക്കൾ വെട്ടുകയാണ്. അദ്ദേഹത്തിന്റെ കൈ അറ്റുപോകുകയാണ്. നിലത്ത് കിടക്കുന്ന കൈയെടുത്തുകൊണ്ട് സ്വഹാബത്ത് അദ്ദേഹത്തെയും തോളിലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോയ സലമ ചോദിക്കുന്നു, എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? കൂട്ടുകാര് പറയുന്നു, എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത്? സലമ നീ പറയണേ. ശത്രുക്കൾ രണഭൂമിയിൽ വെട്ടിയെടുത്ത കൈ സ്വഹാബത്തൊരു കൈയിലെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈയിലൂടെ രക്തം ചീന്തുകയാണ്, രക്തമൊലിക്കുകയാണ്. സലമ പറയുകയാണ്, എന്നെ കൊണ്ടുപോകേണ്ടത് എന്റെ ഏറ്റവും വലിയ സ്നേഹപാതനമായ കാരുണ്യത്തിന്റെ തിരുദൂതരായ ഹബീബായ റസൂലുള്ളാഹി. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ചതായ ഹബീബായ റസൂലുള്ളാഹി. അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് ഹബീബായ റസൂലുള്ളാഹി. ആ പ്രവാചകന്റെ ചാരത്തേക്ക് എന്നെ കൊണ്ടുപോകണേ. സ്വഹാബത്ത് നബി തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. സലമ നബി തങ്ങളുടെ മുന്നിലെത്തിക്കൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, എന്റെ കൈ ശത്രുക്കൾ വെട്ടിയെടുത്തു നബിയെ. അല്ലാഹുവിന്റെ റസൂൽ സലമയോട് പറയുകയാണ്, സലമ ഇൻ ശിഅത സബറത അലൈഹി ഫലകൽ ജന്ന.
നിന്റെ കൈയൊന്ന് പോയതിൽ നീ വിഷമിക്കണ്ട സലമാ, വിഷമിക്കണ്ട സലമാ. ശത്രുക്കളാണ് വെട്ടിയെടുത്തിട്ടുള്ളത്, കുഫാറുകളാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. ഇസ്ലാമിന്റെ തൗഹീദിന്റെ ശത്രുക്കളാണ്. നീ വിഷമിക്കണ്ട സലമാ, വിഷമിക്കണ്ട സലമാ. നിനക്ക് സ്വർഗമാണ്, നീ ഒന്ന് ശമിച്ചാൽ സ്വർഗമാണ്, സ്വർഗമാണ്. നിന്റെ കയ്യ് ദീനിന്റെ മാർഗത്തിൽ ഷഹീദാണ് എന്ന് അള്ളാന്റെ റസൂൽ സലമയോട് പറഞ്ഞപ്പോ സലമ പറയുകയാണ്, നബിയേ, നബിയേ, എനിക്കെന്റെ കൈ പൂർവാധികം ഭംഗിയാക്കി തരണേ നബിയേ. എന്റെ കൈ ഷഹീദാകുന്നതിനെ ഉള്ളതാകുന്ന മോശത്തരത്തെ കുറിച്ചല്ല പറയുന്നത്. അങ്ങനെ ഷഹീദാകുന്നത് എനിക്കിഷ്ടമാണ്, ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇതേ യുദ്ധത്തിൽ തന്നെ എന്റെ ഈ കൈ കൊണ്ട് തന്നെ വാള് പിടിച്ച് എനിക്കൊന്ന് യുദ്ധം ചെയ്യണേ റസൂലേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഅദ്ഖല സബ്ബാബതഹു ഫീ ഫമിഹി. സ്വഹീഹുൽ ബുഖാരിയിലെയോ സഹോദരാ, അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ് സ്വഹീഹുൽ ബുഖാരി. പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരി അല്ലയോ? ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരി അല്ലയോ? അതിൽ രേഖപ്പെടുത്തിയ ഹദീസ് അല്ലയോ? സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു അൻഹുവിന്റെ കൈ റസൂലുള്ളാഹി ശരിയാക്കി കൊടുക്കുകയാണ്. ഏറ്റവും വലിയ ഡോക്ടറാണ്. ഇത് കുഷ്ഠരോഗമല്ല, മാറാവ്യാധിയല്ല, ഇത് സോറിയാസിസ് അല്ല. അറ്റുപോയതാകുന്ന കൈ, പരിപൂർണമായി അറ്റുപോയതാകുന്ന കൈ, അവന്റെ എല്ലുകളിൽ നിന്ന്, അവന്റേതാകുന്ന സന്ധികളിൽ നിന്ന്, അവന്റേതാകുന്ന നരമ്പുകളിൽ നിന്ന് പരിപൂർണമായി അറ്റുപോയതാകുന്ന കൈ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന്റെ അടുക്കൽ നിന്ന് വാങ്ങിച്ചെടുത്തുകൊണ്ട് കൈ അങ്ങോട്ട് ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട് തന്റെ വലത് കൈ വായിലേക്ക് പ്രവേശിപ്പിക്കുകയാ. അതിന്റെ വിരൽ പ്രവേശിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഉമനീരിനാ പുറത്തെടുക്കുകയാണ്. തന്റെ വായിൽ നിന്ന് ഉമനീരി നബിതങ്ങൾ പുറപ്പെടുവിക്കുകയാണ്. പഠിച്ചു വെക്കണേ സുന്നികളെ, പഠിച്ചു വെക്കണേ മുസ്ലിമീങ്ങളെ, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മ. അല്ലാഹുവിന്റെ റസൂൽ സലമയുടെ കൈയുടെ മുറിവിന്റെ ഭാഗത്ത് പരിപൂർണമായി തേച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സലമയുടെ കൈ പൂർവാധികം ഭംഗിയാകുകയാണ്. രക്തം ഓടുകയാണ്. സെക്കൻഡുകൾക്കിടയിൽ രക്തം ഓടുകയാണ്. കൈ നല്ലതുപോലെ പൂർവാധികം ഭംഗിയായപ്പോ സലമ ചാടിയിറങ്ങുകയാണ്. നബി തങ്ങളോട് സലാം പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ്. അതേ യുദ്ധത്തിൽ തന്നെ വാള് ആ കൈ കൊണ്ട് പിടിക്കുകയാണ്. യുദ്ധം ചെയ്യുകയാണ്. ശത്രുക്കളോട് പോരാടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വഫാത്തായി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അബൂലുഅത്തിന്റെ കുത്തുകൊണ്ട് വഫാത്തായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു തആല അൻഹു മാനവാവന റസൂലുള്ളാഹി വഫാത്തായതാകുന്ന മദീന മുനവ്വറയിൽ നിന്ന് യാത്ര ചോദിക്കുകയാണ്. എനിക്കെന്റെ നബിതങ്ങൾ ഇല്ലാത്ത മദീനയിൽ നിൽക്കാൻ മാനസികമായ പ്രയാസമാണ്. യാത്ര ചോദിച്ചതാകുന്ന സലമ നേരെ പോകുന്നത് ഇറാഖിലേക്കാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ അവസാനമായി കൊണ്ടുവരികയാണ്. വകാന അന്നാസു യുസാഫിറൂന അലൈഹാ. റബദ എന്ന് പറയുന്ന ഇറാഖിലെ സ്ഥലത്തേക്ക് ജനങ്ങൾ യാത്ര ചെയ്യുമായിരുന്നു. എന്തിനെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ ശറഫാക്കപ്പെട്ട ഉമനീര് പുറത്തെടുത്തുകൊണ്ട് സലമത്ത് ബിൻ അക്വയുടെ മുറിവിലേക്ക് തേച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈ ശിഫപ്പെടുത്തിയതൊന്ന് കാണാൻ, അദ്ദേഹത്തിന്റെ കൈയൊന്ന് കാണാൻ വേണ്ടി ഇറാഖിലെ റബദയിലേക്ക് സ്വഹാബത്ത് യാത്ര പോവുകയാണ്. അവിടേക്ക് ചെല്ലുകയാണ്. സലമയുടെ കൈതാ പൊക്കിയെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ കരം പിടിച്ച് ചുംബിക്കുകയാണ്. സന്തോഷത്തോടുകൂടി അവരിതാ തിരിച്ചു വരികയാണ് എന്ന് സ്വഹീഹുൽ ബുഖാരി. പഠിച്ചു വെക്കണേ മുസ്ലിമേ, പഠിച്ചു വെക്കണേ ഉമ്മ. അല്ലാഹുവിന്റെ റസൂൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടറാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ചുരുക്കത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമാണ് അല്ലാഹു ലോക ജനതയിലേക്ക് മുഴുവനും നിയോഗിച്ചിട്ടുള്ളത്. എത്ര പ്രവാചകന്മാരെ പറഞ്ഞു, അവരെ ആരെയും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലേക്ക് മുഴുവനുമായി നിയോഗിച്ചിട്ടില്ല.
അതുകൊണ്ടല്ലയോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റോൾ മോഡലായി തീർന്നത്. സ്വഹാബത്തിൽ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകനാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. വലിയ സഹാബിയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് മുത്തബിഉസ് സുന്ന എന്നാണ്. ചരിത്രത്തിൽ അദ്ദേഹത്തെ ഉലമാക്കൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. മുത്തബിഉസ് സുന്ന എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ തിരുസുന്നത്തുകൾ പരിപൂർണമായി ജീവിതത്തിൽ കൊണ്ടുവന്ന വ്യക്തി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകളുണ്ടോ? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പരിപൂർണമായി പകർത്തി എഴുതിയ വ്യക്തിയാണ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ആരോ വന്ന് പറയുകയാണ്, കഅബ ഇദാ തുറന്നിരിക്കുകയാണ്. ആ കഅബയ്ക്കുള്ളിൽ പ്രവാചകൻ നിസ്കരിക്കുകയാണ്. കഅബയുടെ വെളിയിലല്ല, കഅബയ്ക്ക് ഉള്ളിൽ നബി തങ്ങൾ കയറി, അതിനുള്ളിൽ നബി തങ്ങൾ നിസ്കരിച്ചു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓടുകയാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ കഅബ അടക്കാൻ തുനിയുകയാണ്. ഓടി വരുകയാണ്. അദ്ദേഹം അനുയായികളോട് ചോദിച്ച്, എവിടെയാണ് എന്റെ മുത്തു റസൂൽ നിസ്കരിച്ചത്? കാണിച്ചു കൊടുക്കുന്നു. അക്കാണുന്ന 2 തൂണുകൾക്കിടയിലാണ്. കഅബയ്ക്കുള്ളിൽ 3 തൂണുകളുണ്ടത്രേ. ആ തൂണുകൾക്കുള്ളിൽ നിസ്കരിച്ചു എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ നബി തങ്ങൾ നിസ്കരിച്ചതിന് പ്രകാരം ഏത് രീതിയിൽ നിസ്കരിച്ചോ, എവിടെ നിന്നോ, എങ്ങോട്ട് തിരിഞ്ഞു നിന്നോ, കഅബയ്ക്കുള്ളിൽ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞോ അതേപോലെ തന്നെ നിസ്കരിച്ചു എന്ന് സ്വഹീഹുൽ ബുഖാരി. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി എന്ത് ചെയ്തോ അതേപോലെ ജീവിതത്തിൽ ചെയ്യും. നബി എവിടെ കടന്നിട്ടുണ്ട് അവിടെ കടക്കാൻ ശ്രമിക്കും. നബി എവിടെ ഇരുന്നിട്ടുണ്ട് അവിടെ ഇരിക്കാൻ ശ്രമിക്കും. നബി തങ്ങൾ എന്തിനെ ബഹുമാനിച്ചോ അതേപോലെ ചെയ്യാൻ ശ്രമിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ മുടി ചീകി, എങ്ങനെ മുടി വെട്ടി? മുടി ചീകുമ്പോൾ ഏത് ഭാഗം കൊണ്ടാണ് ചെയ്യേണ്ടത്? വലത് വശം കൊണ്ടാണ് ചെയ്യേണ്ടത്. മുടി വെട്ടുമ്പോഴോ വലത് ഭാഗം കൊണ്ടാണ് തുടങ്ങേണ്ടത്. മുടി വെട്ടുകാരനെ കടയിൽ പോയിരിക്കുകയാണ്, അവൻ ഇടതുവശത്തുനിന്ന് തുടങ്ങാറ്, അവനറിയില്ല. അപ്പോൾ വിളിച്ചിട്ട് പറയും, മോനെ ഇങ്ങ് വാ, പുറത്തു വാ, പടച്ചോങ്കത്ത് കാശ് തരുന്നതല്ലേ, പറയുന്ന പോലെ ചെയ്താൽ ഇവിടുന്ന് വെട്ടിക്കും സുമില്ല എന്ന് പറഞ്ഞാൽ അവനെ ഇവിടെ കൊണ്ട് വലതുവശത്ത് വെട്ടിക്കണം. നമ്മൾ സുന്നത്ത് അവനോട് എങ്ങനെ പറയും അത് ഓർക്കണ്ട. അവനെ വിളിച്ചിട്ട് പറയും, ഇവിടുന്ന് വെട്ടതാ, ഇവിടുന്ന് തുടങ്ങും. അങ്ങനെ 2 പ്രാവശ്യം നീ പറഞ്ഞാൽ മതി, പിന്നെ നിന്നെ അവിടുന്നേ തുടങ്ങുള്ളൂ. കാരണം അവന് മനസ്സിലായി ഇവൻ ഇല്ലെങ്കിൽ എല്ലാ പ്രശ്നക്കാരല്ല. വലതുവശത്തു നിന്ന് തന്നെ വെട്ടിക്കുക, വലതു ഭാഗത്ത് തന്നെ ചെയ്യുക, മുടി ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നന്മയുള്ള കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലതു ഭാഗം മുന്തിക്കുമായിരുന്നു. വലതിനെ മുന്തിക്കും. ആൾക്കാർക്ക് ഷെയ്ക്കാൻ കൊടുക്കുമ്പോൾ വലത് കൈ. മുടി ചീകുമ്പോൾ ഇരുന്നു കൊണ്ട് ചീകണമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഒരമാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു വ്യക്തിക്ക് മനക്ലേശവും മനപ്രയാസവും എപ്പോഴും കൂടപ്പിറപ്പാകും അവൻ ഇരുന്നു കൊണ്ട് മുടി ചീകിയിട്ടില്ല എങ്കിൽ. നമ്മളൊക്കെ എന്ത് ചെയ്യുക? അലമാരിക്ക് മുന്നിൽ പോയിട്ട് നിന്നാ ചെയ്യുക അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? പുരുഷന്മാരെല്ലാവരും. പെണ്ണുങ്ങൾ പറയുന്നുണ്ടാവും, ഞങ്ങൾ ഇരുന്നാ ചീകറ്. എവിടെ പോയി ഇരിക്കുന്നത്? അടുക്കള വാതിലിൽ. അല്ലാതെ ദാരിദ്ര്യം കൊണ്ട് കൊലം മുടിയും. അള്ളാഹു ആക്കട്ടെ. വാതിൽപ്പടിയിൽ ഇരിക്കാനും പാടില്ല. വാതിൽപ്പടിക്കല് ചീകാൻ വേണ്ടിയല്ല, അല്ലാതെയും ഇരിക്കാൻ പാടില്ല. വാതിൽപ്പടിയിൽ, അടുക്കള വാതിലാകട്ടെ, ഏത് വീടിന്റെ വാതിൽപ്പടിയാകട്ടെ, അവിടെ ഇരിക്കാൻ പാടില്ല. ദാരിദ്ര്യം ഉണ്ടാവും. അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നബിയുടെ ചര്യകൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കൊണ്ടുവന്ന് നോക്ക്. സാമ്പത്തിക ഭദ്രതയുണ്ടാകും, കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും, മനക്ലേശങ്ങളിൽ നമ്മൾ ഒഴിയും. എന്തുകൊണ്ടാണ്? നമുക്ക് മനസ്സിന് എപ്പോഴും ഒരു പ്രയാസം. എല്ലാം ഉണ്ട്, സന്തോഷമുണ്ട്, നല്ല കച്ചവടമുണ്ട്, ബിസിനസ് ഉണ്ട്, ഒരു വശം പ്രവാസിയായിരിക്കും, കടകളുണ്ട്, എല്ലാ ജീവിതത്തിലും റാഹത്തായിരിക്കും. പക്ഷെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, മനസ്സിന് റാഹത്ത് പടച്ചോൻ തരുന്നില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. എന്തുകൊണ്ടാ? നീ നിന്നുകൊണ്ട് മുടി ചീകിയാൽ അത് ഇലാ യൗമിൽ ഖിയാമ നീണ്ടു നിൽക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിന്നുകൊണ്ട് മുടി ചീകാൻ പാടില്ല, ഇരിക്കണം. കസേരയിൽ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് വേണം ചെയ്യാൻ. അതൊക്കെ ഇനി പാടല്ലോ ഉസ്താദ്, തുടങ്ങി. നാളെ മുതൽ തുടങ്ങിക്കോ. മനക്ലേശം ഒഴിയും. നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കി, ഒരു 10 ദിവസം അങ്ങനെ ചെയ്തു നോക്കിയിട്ട് പറയുന്നു. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇരുന്നു കൊണ്ട് മുടി ചെയ്യുക. ഭാര്യയുടെ ഒക്കെ മുടി ചീകി കൊടുക്കുക. നമ്മൾ വിളിച്ചിരുത്തിയിട്ട് ഒരു കസേര ഇരുത്തിട്ട് യാ അല്ലാഹ് വാ മുടി ചീകി കൊടുക്കുക.
ഇന്ന് കുടുംബജീവിതമൊക്കെ തകരുന്നത് എന്തുകൊണ്ടാ? ഉസ്താദെ 40 വയസ്സുള്ളതാകുന്ന സ്ത്രീകൾ ഇവിടെ ഒളിച്ചോടി പോകുന്നു. ഒന്ന് വാതിലൊക്കെ ഒന്ന് പറഞ്ഞ് നരകമൊക്കെ പറഞ്ഞ് ഒന്ന് പേടിപ്പിച്ചു വിട്ടേക്ക്. ചിലര് പറയുന്ന ഡയലോഗാ. എടാ, ഒളിച്ചോടാൻ കാരണം എന്താ? നീ കൊടുക്കേണ്ട സ്നേഹം നല്ല രീതിയിൽ കൊടുക്കാത്തത് കൊണ്ടാണ്. ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വസ്ത്രം കൊടുക്കുന്നുണ്ട്, അതിലൊന്നും കാര്യമില്ല. നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പ്രവാചകൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല എന്ന് പറയാൻ, കുന്തു സാബിഖുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ അദുവി, ഞാനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഞങ്ങളുടേതാകുന്ന ചെറിയ സ്ഥലത്ത് ചാട്ട മത്സരം നടത്താറുണ്ടായിരുന്നു, ഓട്ട മത്സരം നടത്താറുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുമായി ഇത്തരത്തിലുള്ള കളിതമാശകളിൽ നമ്മൾ എപ്പോഴെങ്കിലും ഏർപ്പെട്ടിട്ടുണ്ടോ? വിവാഹം കഴിഞ്ഞതാകുന്ന ആദ്യ ദിനരാത്രങ്ങളിൽ പരസ്പരം ഫോൺ വിളികളോടെ ഫോൺ വിളി, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളി, ജോലി സ്ഥലത്ത് പോയാലും ഗൾഫിൽ പോയാലും IMOയിലൂടെ ചാറ്റിംഗ്, അല്ലാതെയും വിളി, വാട്സാപ്പിലും വിളി. എല്ലാ നിലയ്ക്കും ഭാര്യയുമായി വലിയ സ്നേഹം പങ്കിടുന്നവൻ 2-3 മക്കളാകുമ്പോൾ, വർഷങ്ങൾ 2-3 കഴിയുമ്പോൾ അറിയാതെ അവന്റെ സ്നേഹം കുറഞ്ഞു വരുന്നത് പാവപ്പെട്ട ഭർത്താവ് അറിയുന്നില്ല. അവന്റെ വിളികൾ കുറയുകയാണ്. അഥവാ ഭാര്യ അവനെ ഒന്ന് വിളിച്ചാൽ ജോലി തിരക്കാണെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം. 1 മിനിറ്റ് പോലും അവരുടെ വിഷമങ്ങളും വ്യതകളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് 5 മിനിറ്റ് അവളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകാത്ത ചെറുപ്പക്കാരുള്ള കാലഘട്ടം. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയാൻ, ഞാനും പ്രവാചകരും ഞങ്ങളുടെ വീടിന്റെ വളപ്പിൽ ചെറിയതാകുന്ന ആ സ്ഥലത്ത് ചാട്ട മത്സരം നടത്താറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുമാകുന്ന ആയിഷ ബീവിയുമായി ഓട്ട മത്സരം നടത്തി. അന്നെനിക്ക് പനിയായിരുന്നു. ആയിഷ ബീവി എന്നെ മികച്ചു, അഥവാ ആയിഷ ബീവി ജയിച്ചു. ഞാൻ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, ഒരു കടം വച്ചിരിക്കുകയാണ്, അടുത്ത പ്രാവശ്യം നിന്നെ ഞാൻ ജയിച്ചെടുക്കും. പിന്നീട് എനിക്ക് നല്ല സുഖംപ്പെട്ടപ്പോ, അസുഖം മാറിയ സമയത്ത്, പനി മാറിയ സമയത്ത് ഞാൻ ആയിഷ ബീവി വീണ്ടും വിളിച്ചു, ഞാൻ ആരോഗ്യവാനാണ്. അന്ന് ഞാൻ ആയിഷ ബീവി ഓടി തോൽപ്പിച്ചു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഇതുപോലെ ഒരു ഓട്ട മത്സരം നടത്തിയിട്ടുണ്ടോ? ഇത് പറഞ്ഞുകൊണ്ട് നാളെ ഇതിലെ കടന്ന് ഓടണ്ട. ഇന്നിപ്പോൾ റാലിയെ കഴിഞ്ഞ ആൾക്കാർക്ക് സുഖമില്ലാത്തവർ, കെട്ടിയവരും ഉസ്താദ് പറഞ്ഞായിരുന്നു ഭയങ്കര ഹൈ ജമ്പ്. അല്ലാണ്ട് നമുക്ക് വീട്ടിലെ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലുള്ള കാര്യമാണ്. ഇനി ഇത് മാത്രമല്ലല്ലോ, വേറെന്തൊക്കെ ചെസ് കളിക്കാം, നമ്മുടെ ബുദ്ധി വികാസനം വരുത്തുന്ന എന്തൊക്കെ കാര്യങ്ങൾ. ഒരു കിസ് മത്സരം നടത്താം. ഇന്നത്തെ ദിവസം നമുക്ക് നബിയുടെ മക്കളെ കുറിച്ച് പഠിക്കാം. പുസ്തകം കൊടുക്കാണ് ഭാര്യയ്ക്ക്, നീയും പഠിച്ചോ. നബിയുടെ ഭാര്യമാർ എത്ര പേര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, നബിതങ്ങൾ മരണപ്പെട്ട സമയത്ത്, വഫാത്തായ സമയത്ത് എത്ര ഭാര്യമാർ ജീവിച്ചിരുന്നു, അവരുടെ പേരുകൾ എന്തൊക്കെ, നബിയുടെ മക്കളുടെ പേര് എന്തൊക്കെ. ഒരു കിസ് മത്സരം വീട്ടിലുണ്ടാകട്ടെ. സ്വഹാബത്തിൽ 10 പേര് സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിതങ്ങൾ പറഞ്ഞ സ്വഹാബത്ത് ആരൊക്കെ, അവരുടെ പേരെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികളുടെ പേരെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളിൽ തന്നെ ത്വലാഖ് ചെല്ലപ്പെട്ടതാകുന്ന സ്ത്രീകൾ ആരൊക്കെ, എന്തിന്റെ പേരിൽ, ആരെയാണ് അവർ വിവാഹം കഴിച്ചത്? എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കിസ് മത്സരങ്ങൾ ഏർപ്പെടാനുണ്ട്. അങ്ങനെ കിസിന്റെ പുസ്തകം വാങ്ങി പരസ്പരം ദീൻ പഠിച്ചുകൊണ്ട് മത്സരിക്കട്ടെ. വേണ്ട, നിനക്ക് അതൊന്നും ഇഷ്ടമല്ല, നിനക്ക് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സ്നേഹം പിടിച്ചു പറ്റണം. എന്നാൽ അടുക്കളയിലേക്കൊന്ന് കയറി അവളുമായി കുറച്ച് സമയം നീ അവിടെ ചെലവഴിക്കും. അതെ, ഞങ്ങൾ നല്ലതുപോലെ ചെലവഴിക്കുന്നുണ്ട്. 3 നേരം ഞണ്ണെന്ന കാര്യമല്ല ഈ പറയുന്നത്. കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് അടുക്കളയിൽ കയറിയിരിക്കുന്ന കാര്യമല്ല. അതല്ല, അവളുമായി സമയം ചെലവഴിക്കണം. ഈ ഒളിച്ചോട്ടങ്ങളൊക്കെ കൂടാനുള്ള കാരണങ്ങൾ എവിടെ നിന്ന്, അതിന്റെ പിന്നാമ്പുറം അന്വേഷിക്കുമ്പോ നമ്മൾ കൊടുക്കേണ്ട സ്നേഹം മറന്നു പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് അശുദ്ധിയുള്ള സമയത്ത് തലമുടി ഒന്ന് ചീകി കൊടുത്തിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ ചീകിയിട്ടുണ്ട്. ആയിഷ ബീവി പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന പ്രവാചകൻ എന്റെ തലമുടി ചീകി തന്നിട്ടുണ്ട്. എന്നല്ല, ഹൈള് വന്ന സമയത്ത്, എനിക്ക് അശുദ്ധി രക്തം പുറപ്പെടുന്ന സമയത്ത് എന്നോടൊപ്പം ഒരു പുതപ്പിൻ കീഴിൽ നബിതങ്ങൾ എന്റെ ചാരത്ത് കിടന്നിട്ടുണ്ട്, എന്നെ ചുംബിച്ചിട്ടുണ്ട്. ഞാനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനല്ല നബിതങ്ങൾ കിടക്കുന്നത്, മറിച്ച് എന്റെ മനസ്സിനൊരു തണുപ്പേകാൻ. എനിക്ക് അശുദ്ധിയുള്ള സമയത്ത് പോലും എനിക്കൊരു സാന്ത്വനത്തിന്റെ സ്പർശനം നൽകി പ്രവാചകൻ എന്റെ ചാരത്തി എപ്പോഴും ഉണ്ടായിരുന്നു. ഏ ദിവസം കടന്നു ചെന്ന് ആ ചെറുപ്പക്കാരുടെ മുഖത്തേക്ക് വീണ്ടും നോക്കുന്നു. അവൻ എന്തെങ്കിലും സിഗ്നൽ കാണിക്കുന്നുണ്ടോ? കടക്കണ്ണെറിഞ്ഞവൾ നോക്കുമ്പോൾ അന്നും ആ ചെറുപ്പക്കാരൊരു സിഗ്നൽ കാണിച്ചാൽ ഉറപ്പിച്ചോ, അവിടെ അവർക്ക് കണക്ഷൻ തുടങ്ങുകയാണ്. ഇങ്ങനെയാണ് സമൂഹം പിഴച്ചു പോകുന്നത്. സ്നേഹം നമ്മുടെ വീടുകളിൽ നിന്ന് ശരിക്ക് കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ മടിയിൽ വെച്ചുകൊണ്ട് ചുംബിക്കുന്നത് കണ്ടപ്പോൾ കാട്ടറബിയായ ഒരു മനുഷ്യൻ ചോദിച്ചു വന്നാണ്, കുട്ടികളെ ചുംബിക്കുകയോ? നബി തങ്ങൾ കൊടുത്ത മറുപടി, ഇന്നഹു ലാ യർഹം വലാ യുർഹം, കരുണ ചെയ്യാത്തവൻ അല്ലാഹു കരുണ ചെയ്യുകയില്ല എന്നുള്ള വാക്യമാണ്. നിങ്ങൾക്കറിയില്ലേ അന്നപൂർണാദേവി അറിയില്ലേ?
അന്നപൂർണാദേവി അറിയില്ലേ? കഴിഞ്ഞ മാസം ഒക്ടോബർ 13 ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയതാകുന്ന പത്മഭൂഷൺ വാങ്ങിച്ച ഒരു സ്ത്രീയാണ് അന്നപൂർണാദേവി. റോഷിന സംഗീതജ്ഞയായിരുന്നു. ഹിന്ദുസ്ഥാനും ഒരുമിച്ചിരുന്നു കൊണ്ട് പാട്ട് പഠിച്ച് വളർന്നു വലുതായി നല്ല പാട്ടുകാരിയായി റോഷിന ഖാൻ എന്ന പെണ്ണ് മാറി നല്ല പാട്ടുകാരനായി ഗുരുവിന്റെ ഏറ്റവും വലിയതാകുന്ന ഏറ്റവും അരുമ ശിഷ്യനായി ഇഷ്ടപ്പെട്ട ശിഷ്യനായി മാറി രവിശങ്കർ എന്ന് പറയുന്ന പയ്യൻ. രവിശങ്കറിന്റെ മനസ്സിന്റെ അകത്തലങ്ങളിൽ ഒരു സ്നേഹം മുട്ടിട്ട് വളർന്നു. അദ്ദേഹത്തിന്റെ അലാവുദ്ദീൻ ഖാൻ എന്ന് പറയുന്ന ഗുരുവിന്റെ മകളാകുന്ന മുസ്ലിമാകുന്ന പെൺകുട്ടിയോടുള്ള സ്നേഹം റോഷിന ഖാനിനോട് അവളുടെ കണ്ണുകൾ കണ്ടപ്പോൾ, ഇടക്കണ്ണെറിയുന്ന അവളുടെ കണ്ണുകൾ കണ്ടപ്പോൾ, പരസ്പരം ഒരുമിച്ചിരുന്നു കൊണ്ട് പഠിക്കുമ്പോഴും അവന്റെ മനസ്സിന്റെ അകത്തലങ്ങളിലുള്ള സ്നേഹം എന്തെങ്കിലും ഈ സൗന്ദര്യത്തിന്റെ താരകമാകുന്ന ഇദ്ദേഹത്തിന്റെ മകളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്നുള്ള ചിന്തയാണ്. ഇന്നും സ്കൂളുകളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ പൊക്കിൾ കുഴിയുടെ ആകാര സൂക്ഷ്മം കാണാൻ വേണ്ടി കോളേജ് തലത്തിലേക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുള്ള ഈ കാലഘട്ടത്തിൽ പഠിപ്പിക്കുന്നതാകുന്ന ടീച്ചറെ പോലും പ്രണയിക്കണമെന്നുള്ള ആശ സ്ത്രീജനങ്ങൾക്ക് നൽകുകയും അത്തരത്തിലുള്ളതാകുന്ന സിനിമകൾ ഈ ലോകത്ത് സംവിധാനിക്കുകയും ജനങ്ങളെ പിഴപ്പിക്കുകയും ചെയ്യുന്നതാകുന്ന ഈ കാലഘട്ടത്തിൽ തന്നോടൊപ്പം പഠിക്കുന്ന സഹപാഠികളാകുന്ന സ്ത്രീകളെ റേപ്പ് ചെയ്യാൻ മടിയില്ലാത്തതാകുന്ന ചെറുപ്പക്കാരുള്ളതാകുന്ന കാലഘട്ടത്തിൽ വളരെയേറെ പ്രസക്തമാണ് ഈ ചരിത്രം. അവസാനം റോഷിന ഖാൻ എന്ന് പറയുന്ന മുസ്ലിം പെണ്ണിനോട് രവിശങ്കർ എന്ന് പറയുന്ന സഹപാഠിയായ സുഹൃത്ത് സ്നേഹം വിളിച്ചു പറയാൻ. അപ്പോഴാണ് അവളും പറയുന്നത്, എനിക്കും നിന്നോടൊരു സ്നേഹമുണ്ട്, പക്ഷേ നീ എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ, നിന്നോട് എനിക്ക് പ്രണയമാണ്, വിവാഹം കഴിക്കണമെങ്കിൽ നീ എൻ്റെ മതത്തിലേക്ക് വരണം. റോഷിന ഖാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, എനിക്ക് സമ്മതമല്ല. അവസാനം അവൻ്റെ മതത്തിലേക്ക്, അഥവാ ഹൈന്ദവ മതത്തിലേക്ക് മുസ്ലിമത്താകുന്ന റോഷിന ഖാൻ എന്ന് പറയുന്ന പെണ്ണ് മതം മാറി അന്നപൂർണ ദേവി എന്ന പേര് അവർ സ്വീകരിച്ചു. ആ പേരിൽ തന്നെ അവർ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു. 92ാമത്തെ വയസ്സിലാണ് ഇക്കഴിഞ്ഞ ഒക്ടോബർ 13 അവർ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞത്. ഞാൻ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാകുന്ന അവരുടെ ചരിത്രം പത്രത്താളുകൾ രേഖപ്പെടുത്താൻ അവസാനം രവിശങ്കറിനോടൊപ്പമുള്ള ജീവിതം കുറഞ്ഞ നാളുകളേ ഉള്ളൂ. അവൾ നല്ല സംഗീതജ്ഞയാണ്, പക്ഷെ പത്മഭൂഷൺ വാങ്ങിച്ചിട്ടുള്ള പെണ്ണാണ്. പക്ഷേ ആ പത്മഭൂഷണത്തിന്റെ പദവിയും അവളുടേതാകുന്ന സംഗീതത്തിന്റെ മിഴിവും കഴിവുമെല്ലാം തച്ചുടയ്ക്കുമാറ് രവിശങ്കർ എന്ന് പറയുന്ന ഭർത്താവ് പെരുമാറി, അഥവാ അദ്ദേഹം അവളെ പരിപൂർണമായി ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. മറ്റൊരു പെണ്ണിനോടൊപ്പം, സുന്ദരിയായ പെണ്ണിനോടൊപ്പം അവൻ ചേക്കേറി. മുസ്ലിമത്തായ പെണ്ണ് അമുസ്ലിം ചെറുപ്പക്കാരനാകുന്ന സഹപാഠിയുമായി സ്നേഹം പങ്കിട്ട്, അവനുമായി ശാരീരികമായി പങ്കിട്ട്, അവന് വേണ്ടി മതം മാറി, അവസാനം പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് മുർത്തദായി കാഫിറത്തായി അവൾ മാറി. അവൾക്ക് മാനസികമായി പ്രയാസമായി. അവളുടെ കഴിവും മിഴിവും മുഴുവനും തച്ചുടച്ച് അവസാനം അവൾ ജീവിച്ചു. എത്ര കൊല്ലമെന്നറിയുമോ? 50 കൊല്ലം പിന്നീട് ജീവിച്ചു. 50 കൊല്ലം ജീവിച്ചു. 50 കൊല്ലങ്ങൾക്കപ്പുറമാണ് അവൾ ഈ കഴിഞ്ഞ മാസം മരണപ്പെട്ടു പോയത്. 50 വർഷത്തോളം അവളെ കുറിച്ചുള്ള ഒരു അറിവും ഒരു മീഡിയയ്ക്കും ഉണ്ടായിരുന്നില്ല. സൗത്ത് മുംബൈയിലെ ബ്രീച്ച് കാൻഡി എന്ന് പറയുന്ന വീടിന്റെ അകത്തളങ്ങളിൽ അവൾ കഴിഞ്ഞുകൂടുകയാണ്. ആ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഒരു മണി തൂക്കിയിട്ടിട്ടുണ്ട്. ആ മണിക്ക് താഴെയായിട്ടൊരു എഴുത്തുണ്ട്. എഴുത്ത് മറ്റൊന്നുമല്ല, നിങ്ങളിൽ ആരെങ്കിലും ഈ വീട്ടിലേക്ക് വന്നുകൊണ്ട് എന്നെ അന്വേഷിക്കുകയാണ് എങ്കിൽ 3 പ്രാവശ്യം ഒന്ന് മണിയടിക്കണേ. 3 പ്രാവശ്യം മണിയടിച്ചിട്ടും റിപ്ലൈ ഇല്ലെങ്കിൽ താഴെ ഒരു കാർഡ് എഴുതിയിട്ട് വാതിലിനടിയിലൂടെ അകത്തേക്ക് അവരുടെ കഴിവും മിഴിവുമെല്ലാം അന്യരാകുന്ന ഒരു ചെറുപ്പക്കാരന്റെ മുന്നിൽ പണയം വെച്ച് അവനുമായി പ്രേമിച്ചതിന്റെ പേരിൽ അവളുടേതാകുന്ന സർവ്വ സൗഭാഗ്യങ്ങളും നശിച്ച് സ്വന്തം അച്ഛനെയും സ്വന്തം ഉപ്പയും ഉമ്മയും ഒക്കെ ആശീർവാദത്തോടുകൂടി നടന്ന കല്യാണമായിട്ട് പോലും അവസാനം ഈ ലോകത്ത് നിന്ന് മോശമായ രീതിയിൽ കാഫിറത്തായി മരണപ്പെട്ടു പോയതിന്റെ ചിത്രം എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരറിയണം. സഹപാഠികളെ സ്നേഹിച്ച് അവരെയൊക്കെ മതപരിവർത്തനം നടത്തി അത് വിശുദ്ധ ഇസ്ലാമിലേക്കാണെങ്കിൽ പോലും ഒരിക്കലും അത് വേണ്ട. പരിശുദ്ധ ദീൻ അങ്ങനെ ഒരാളെ കൂടി ദീനിലേക്ക് കടത്തിക്കൂട്ടാൻ ഇസ്ലാം ആശവെക്കുന്നില്ല. ദീനിൽ നിർബന്ധമായി മതപരിവർത്തനത്തിന്റെ ആവശ്യമില്ല. ദീനിലേക്ക് അതിന്റെ ആവശ്യവുമില്ല. ആളിവിടെ കൂടുതലാൻ പരിശുദ്ധമായ ദീൻ അംഗീകരിച്ച ആളുകൾ ധാരാളമാണ് ഇവിടെ. ദീനിലേക്ക് ആരെയും നിർബന്ധ മതപരിവർത്തനം പാടില്ല എന്നുള്ളത് തന്നെയാണ്. അത് പരിശുദ്ധമായ ദീനിന്റെ ആശയങ്ങളാണ് എന്ന് മനസ്സിലാക്കി കൗമാരപ്പായക്കുന്ന ചെറുപ്പക്കാർ കോളേജ് തലത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ളതാകുന്ന മോശപ്പെട്ടതാകുന്ന പ്രേമ കല്യാണങ്ങൾക്ക് പരിശുദ്ധമായ ദീനിന് എതിരാണ് എന്നുള്ള വിഷയം ഈ ഒരൊറ്റ സംഭവത്തിലൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അവസാനമായി പറയുന്നു, നമ്മുടെ കുടുംബജീവിതം മുത്തുനബിയുടെ കുടുംബജീവിതം പോലെയാകണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതം പോലെയാകണം.
പ്രവാചകൻ തൻ്റെ മകളെ സ്നേഹിച്ചു, തൻ്റെ മക്കളെ സ്നേഹിച്ചു, പേരമക്കളെ സ്നേഹിച്ചു, തൻ്റെ ഭാര്യയെ സ്നേഹിച്ചു. എന്നിട്ട് നബി തങ്ങൾ ലോകത്തോട് പറഞ്ഞൊരു മറുപടി, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസത്തു ഉമൂർ, നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ടത് 3 കാര്യമാണ്. 3 എണ്ണം. അത്വീബ വന്നിസാ വഖുറത്തു ഐനി ഫിസ്സലാ. നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് 3 കാര്യമാണ് സാബ. ഒന്നാമത്തത് സുഗന്ധമാണ്, സുഗന്ധമാ. വന്നിസാ, എന്റെ ഭാര്യമാരാണ്, ഭാര്യമാരാണ്. എനിക്കിഷ്ടപ്പെട്ടത് 1 സുഗന്ധം, തീവ്, അത്തർ വലിയ ഇഷ്ടമാണ്, നമ്മളും ഇഷ്ടപ്പെടണം. രണ്ടാമത്തത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വന്നിസാ, എന്റെ ഭാര്യമാരെ എനിക്ക് സ്നേഹമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. വഖുറത്തു ഐനി ഫിസ്സലാ, നമസ്കാരത്തിൽ കൺകുളിർമയാകലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. നബി തങ്ങളെ പ്രിയം വെക്കുന്ന മുഅ്മിനേ, മുഅ്മിനത്തെ, നിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണേ, ഉണ്ടാവണേ. സ്വന്തം ഭർത്താവിനെ ഇഷ്ടപ്പെടുന്ന ഭാര്യമാരായി മാറണേ, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവായി മാറണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതമാണ് ഈ ദുനിയാവിൽ നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണിതെന്ന് ഹബീബായ റസൂലുള്ളാഹി. നമ്മുടെ ജീവിതത്തിൽ അത് വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ.